on, but there's no time for regrets. I've been flying from town to town, from London to Taiwan. I've been all around the globe trying to protect your soul. We are heroes tonight. We will fly above the sky. We are heroes tonight. Show any fear. I've been flying from town to town, from London to Taiwan. I've been all around the globe trying to protect your soul. We are heroes tonight. We will fly above the sky. We are heroes tonight. Town to town, from London to Taiwan. I've been all around the globe trying to protect your soul. Nightmares creep while you and me repeat. This bittersweet heat is suffocating. I'm waiting and always hesitating. Kryptonite desires set my heart afire. Heart on fire. Set my heart afire. Don't stop that thrill. My bones crave your skin. Temptation within. Mistakes ignite the silence. Nightmares creep while you and me repeat. This bittersweet heat is suffocating. I'm waiting and always hesitating.
fire.
അപ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ടു ദ സ്ട്രീം. അപ്പോൾ ഗാലക്സിയുടെ ക്ലോസ് റൂമുമായിട്ടാണ് നമ്മൾ എത്തിയേക്കുന്നത്. ബൈക്കണ്ടിയാണ് ഇന്നത്തെ മാപ്പ് ചൂസ് ചെയ്തേക്കുന്നത്. അപ്പം TSS ടീം അവിടെ സ്ലോട്ട് നമ്പർ 5 വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഫിനിക്സ് സ്ലോട്ട് നമ്പർ 7, NX9 സ്ലോട്ട് നമ്പർ 8, ടീം BC അവിടെ സ്ലോട്ട് നമ്പർ 9, SN4 സ്ലോട്ട് നമ്പർ 12, വൂൾസ് ടീം 14, XMO ടീം 15, IX Cloud, സൈബ, FMG എന്നിവയുള്ള അടങ്ങിയ ഒരു മിക്സപ്പ് ടീം 18, INT ടീം 19, ആക്സൽ ടീം അവിടെ 20 വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. DCയിലെ മെമ്പേഴ്സ് അവിടെ 21 വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. ഗാലക്സിയിലെ 2 മെമ്പേഴ്സ് ABC ഡെവിൾ ആൻഡ് ടെറർ അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട് നമ്മുടെ സ്ലോട്ട് നമ്പർ 22. അപ്പോൾ ഇറ്റേൺ എക്സ് ആണെന്ന് തോന്നുന്നു. ഇറ്റേൺ എക്സിൻ്റെ മെമ്പേഴ്സ് 24 ആൻഡ് ഗാലക്സി മെമ്പേഴ്സ് 25 വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് അവിടെ ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തേക്കുന്നത് പെഷോക്കയ്ക്കും സിമെൻറ്റ് ഫാക്ടറിക്കും നടുവിലൂടെ വില്ലയ്ക്ക് മുകളിലായിട്ട് മൂവാത്ര വിഹാർ ഏരിയയിൽ അവസാനിക്കുന്നതാണ് നമ്മുടെ ഫ്ലൈറ്റ് പാത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹായ്, വെൽക്കം ഫിനിക്സ് ജോക്കർ എത്തിയിരിക്കുകയാണ് സപ്പോർട്ടുമായിട്ട്. നമ്മുടെ ജോക്കർ എത്തിയിട്ടുണ്ട്. 6 പേര് വാച്ചിങ് ഉണ്ട് കറൻ്റ്ലി. നമ്മുടെ ഫിനിക്സിലെ മെമ്പേഴ്സൊക്കെ അവിടെ പെഷോക്കെ ലക്ഷ്യമാക്കിയുള്ള ജമ്പിങ് ആണെന്ന് തോന്നുന്നു എടുത്തേക്കുന്നത്. ആദ്യം തന്നെ ടീം നമ്പർ 14 അവരുടെ അടുത്തായിട്ട് പോകുന്നതായിട്ട് കാണുന്നു. ഗാലക്സിയിലെ ടീം നമ്പർ 22, ഗാലക്സി ടെറർ ഇറങ്ങിയിട്ടുള്ള ടീം നമ്പർ 22 അവിടെ ചാടിയിട്ടുണ്ട്. ഫിനിക്സ് ആൻഡ് വൂൾഫിലെ മെമ്പേഴ്സ് താഴ്ച പോകാൻ തോന്നുന്നു. എന്തായാലും 3 ടീംസ് അവിടോട്ട് പോയിക്കൊണ്ടിരിപ്പുണ്ട്. എന്തായാലും 3 ടീംസ് നമ്മുടെ ഫിനിക്സിലെ മെമ്പേഴ്സ് ഉണ്ട്, നമ്മുടെ വൂൾഫിലെ മെമ്പേഴ്സ് ഉണ്ട്. ഫിനിക്സ് ആൻഡ് വൂൾഫ് തമ്മിലുള്ള ഫൈറ്റ് തന്നെ ആദ്യം നടക്കാൻ ചാൻസ് ഉണ്ട്. മൗണ്ട് ട്രസ്നിയാക്ക് ഏരിയയിൽ ഗാലക്സി ടീം ചാടിയിട്ടുണ്ട്. അതേപോലെ SN4 അവിടെ പൊൾനോവ ലക്ഷ്യമാക്കിയുള്ള പോക്കാന്ന് തോന്നുന്നു. ഇറ്റേണൽസ് അവിടെ ചാടിയിട്ടുണ്ട്. അപ്പം വില ഏരിയയിലും കുറേ അധികം ടീമുകൾ ചാടാൻ ചാൻസ് ഉണ്ട്. DCയിലെ മെമ്പേഴ്സൊക്കെ അവിടെ ഡോബ്രോമസ്റ്റർ ലക്ഷ്യമാക്കിയുള്ള പോക്കാന്ന് തോന്നുന്നു. എക്സ് ക്ലൗഡ്സ് അവിടെ മിൽനാർ ഏരിയയിലേക്ക് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്തായാലും ഫിനിക്സ് അവിടെ ട്രിവാനോ ലക്ഷ്യമാക്കി മാറിയിട്ടുണ്ട്. വൂൾഫിലെ മെമ്പേഴ്സ് അവിടെ വേറൊരിടത്ത് ചാടിയിട്ടുണ്ട്. ബാക്കി മെമ്പേഴ്സ് ഒക്കെ അടുത്തടുത്ത വില ഏരിയയിലൊക്കെ എല്ലാം വേക്കൻ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പം സോൺ എങ്ങനെ ഫോം ചെയ്യും എന്നുള്ളതായിരിക്കും നമുക്ക് കാണേണ്ടത്. ടീം നമ്പർ കോൾമൈനിലാണ് ഗാലക്സിയിലെ മെമ്പേഴ്സ് ഓടി നടക്കുന്നത്. കോൾമൈൻ റീജിയനിലാണ് ഗാലക്സി മെമ്പേഴ്സൊക്കെ ഓടി നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു ടീം തന്നെ അടുത്തടുത്ത് ഉണ്ടെന്ന് പറയാൻ ഗറോക്ക ഏരിയയിലാണ് പിന്നെയും ടീം മെമ്പേഴ്സ് ഉള്ളത്. VC ടീമുണ്ട്, ടീം നമ്പർ 5 മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള അട്ടിയായിരിക്കും ആദ്യം നടക്കാൻ ചാൻസ് ഉള്ളത്. ആദ്യം നടക്കാനുള്ള ചാൻസ് ഉള്ള ഫൈറ്റിലേക്ക് നമുക്ക് പോകാം. ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. അപ്പോൾ TSSലെ മെമ്പേഴ്സ് TSS ചിൽമോങ്, ഡൈനോ, കില്ലർ ആൻഡ് നമ്മുടെ ഇവിൾഡോർ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഹൈപ്പർ 916 BC. അപ്പം ഇവർ തമ്മിലുള്ള ഫൈറ്റ് നിരന്തരം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇവർ അവിടെ ടീം നമ്പർ NX9 അവിടെ അടുത്തേക്ക് ക്ലോസിങ് ചെയ്യുന്നുണ്ട്. NX9ലെ മെമ്പേഴ്സും അടുത്ത് തന്നെ കാണാൻ സാധിക്കാം. നമുക്ക് TSSലെ മെമ്പേഴ്സ് കയറി ആദ്യം ഫൈറ്റ് എടുക്കുമെന്നുള്ള അറിയത്തില്ല. എന്തായാലും ഹൈപ്പർ അവിടെ സ്പോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഓരോ മെമ്പേഴ്സിനെ. 916 BC ഒക്കെ അവിടെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. TSSലെ ഡൈനോ അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അതേമാതിരി തന്നെ NX9ലെ ട്രൈബിൾ, ജോക്കർ, ഫ്ലാക്ക് ആൻഡ് ഒരു മെമ്പറും ഉണ്ടായിരുന്നു. നമ്മുടെ എനിക്കൊന്ന് ലോഗൻ വൈറ്റ് ചെയ്യാൻ തോന്നുന്നു. ലോഗൻ വൈറ്റ് ഒക്കെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം വേറെ മെമ്പേഴ്സൊന്നും അടുത്തടുത്തായിട്ട് കാണുന്നില്ല. ബാക്കി എല്ലാവരും നല്ല രീതിയിൽ തന്നെ സ്പ്രെഡായിട്ട്. അപ്പോൾ സോൺ നമ്മുടെ ഫോം ആയിട്ടുണ്ട്. ബ്രൗൺ എക്സ്ട്രീം നോർത്തേൺ പാർട്ട് ലക്ഷ്യമിട്ടുള്ളൊരു സോണാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം നോർത്തേൺ പാർട്ടിൽ ഉള്ള ഏരിയയിലേക്കാം എത്താൻ. അപ്പോൾ BCയുടെ അടുത്തേക്ക് TSS ഡൈനോ ഒക്കെ എത്തുന്നുണ്ട്. BC അവിടെ നെയ്ഡൊക്കെ എടുത്തെറിയുന്നുണ്ട്. കുക്ക് ചെയ്തിട്ട് കണ്ട് ആദ്യം തന്നെ നെയ്ഡ് എടുത്തെറിയാനുള്ള ശ്രമത്തിലാണ്. TSSലെ മെമ്പേഴ്സ് അവിടെ മാറിയിട്ടുണ്ട്. എന്തായാലും ചുമ്മാ പിന്നിട്ട് പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ 916 BC അവിടെ മനോഹരമായിട്ട് പിന്നൊക്കെ എടുത്ത് പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മെമ്പേഴ്സിനെ അവിടെ. അപ്പോൾ അവർ നമ്മുടെ TSSലെ മെമ്പേഴ്സിനെ നോക്കാൻ TSS കില്ലറൊക്കെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മേളിൽ നെയ്ഡ് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കില്ലറൊക്കെ അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്ത് വേണമെങ്കിലും ഫൈറ്റിംഗ് എപ്പോൾ വേണമെങ്കിലും നടക്കാൻ അവരുടെ. അപ്പോൾ TSSലെ കില്ലർ അവിടെ മേളിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ NX9 11 BCനെ അവിടെ ഒരു മോൾട്ടോ എറിഞ്ഞ് ഡൗൺ ചെയ്തിട്ടുണ്ട്. NX9ലെ മെമ്പേഴ്സ് അവിടെ 11 BC അവിടെ ഓൾറെഡി ഡൗൺ ആണ്. TSSലെ മെമ്പേഴ്സ് BC ടീമിനെ അവിടെ മൊത്തത്തിലൊന്ന് വളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 11 BC അവിടെ റിവൈവ് ആവുമോ ഇല്ലയോ എന്നറിയത്തില്ല. എന്തായാലും 11 BCനെ ഇൻസ്റ്റൻ്റായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തൊട്ടടുത്തുള്ള ഫയറിങ് അവിടെ അവർ കേട്ടിട്ടുണ്ട്. ബാക്കി മെമ്പേഴ്സ് അവിടെ കയറിയിട്ടുണ്ട്. ചിൽമോങ്ങിൻ്റെ അടുത്തേക്ക് 916 BC ഒക്കെ അവിടെ ഫയർ കൊടുക്കുന്നുണ്ടായിരുന്നു. എന്തായാലും 1960 BCക്ക് നല്ല ഡാമേജ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ TSS ഡൈനോ ആണെന്ന് തോന്നുന്നു നല്ല മേളിൽ കയറി ഇരുന്നിട്ടുണ്ട്. മേളിൽ കയറി ഫൈറ്റ് എടുക്കാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. ഡൈനോ അവിടെ നല്ല ടോപ്പ് ഓഫ് ദ കോമ്പൗണ്ടിൽ ഹോൾഡ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ. അതേപോലെ TSSലെ ഇവിൾഡോർ ആണെന്ന് തോന്നുന്നു. ഇവിൾഡോർ അവിടെ കയറി പോകുന്നുണ്ട്. അല്ല, ചിൽമോങ് ആയിരുന്നില്ല. ചിൽമോങ് അവിടെ 1960 BCനെ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ കില്ല് ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത് നോക്കുകയാണെങ്കിൽ ബാക്കി മെമ്പേഴ്സ് തമ്മിലുള്ള ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. TSSലെ ഡൈനോ ഒക്കെ അവിടെ നല്ല ഫയറിങ് കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡൈനോ അവിടെ ടോപ്പ് ഓഫ് ദ റൂഫിൽ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം ആശാന് മറ്റേ ഹെൽമെറ്റ് ഒന്നും ഇല്ലെങ്കിൽ തന്നെയും അവിടെ ആശാൻ നിൽക്കുന്നുണ്ട്. NX9നെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമവും കൂടെയാണ്. അതേപോലെ TSSലെ ഈവിൾ ഡോർ തൊട്ടടുത്ത് തന്നെ കാണുന്നുണ്ട്.
അതേമാതിരി തൊട്ട് താഴെയുള്ള ബി സിയിലെ 2 പ്ലേയേഴ്സ് ഹൈപ്പർ ആൻഡ് 916നെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഹൈപ്പർ ആൻഡ് 916 എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിപ്പോഴും അവിടെ തൊട്ട് താഴെയുണ്ട്. ഹൈപ്പറിൻ്റെ അടുത്തേക്ക് പോകാം. ഹൈപ്പർ അവിടെ ഹൈപ്പറിനെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. ഹൈപ്പർ അവിടെ ഇപ്പോഴും മാറിയിരിക്കുകയാണ്. അപ്പോൾ ബാക്കി മെമ്പേഴ്സിൻ്റെ ഫൈറ്റ് നോക്കാൻ ബാക്കി ആരും തന്നെ ഫൈറ്റ് എടുക്കുന്നില്ല. വേറെ എങ്ങും തന്നെ ഫൈറ്റ് നടക്കുന്നില്ല. അപ്പം ആകെ നമ്മൾ 53 മെമ്പേഴ്സായിരുന്നു, അല്ലെ 54 മെമ്പേഴ്സായിരുന്നു. അവരിൽ നിന്ന് 2 പേര് ഓൾറെഡി ബി സിയിലെ 2 മെമ്പേഴ്സ് ഓൾറെഡി ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ മറ്റേ നമ്മുടെ ഈവിൾ ഡോറൊക്കെ അവിടെ കയറി വരുന്നുണ്ട്. ഈവിൾ ഡോർ അവിടെ കയറി വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ബി സി അവിടെ എന്തൊക്കെയോ ഡാൻസും മൂവ്സൊക്കെ നടത്തുന്നുണ്ട്. ഈവിൾ ഡോർ അവിടെ മോളിയൊക്കെ എറിഞ്ഞ് സെറ്റാക്കാനൊരു ശ്രമത്തിലാണ്. എന്തായാലും ഒരു മോളി എടുത്ത് എറിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈവിൾ ഡോറിന് അവിടെ ഇതൊക്കെ ഒന്നുമില്ല. ഇപ്പോൾ ടി എസ് എസിലെ മെമ്പേഴ്സ് എല്ലാം അവിടെ കയറി വന്നിട്ടുണ്ട്. TSS ചിൽമോങ്ക് എല്ലാം അവിടെ കയറിയിട്ടുണ്ട്. ചിൽമോങ്ക് ഓൾറെഡി ഒരു കില്ലൊക്കെ എടുത്ത് സെറ്റായിട്ട് നിൽക്കുകയാണ്. ഈവിൾ ഡോർ കയറി പുഷ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. എന്തായാലും ഹൈപ്പറിൻ്റെ അടുത്തേക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ സ്പോട്ട് ചെയ്ത് ഫയർ എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ TSS മെമ്പേഴ്സ് അവിടെ 916 BCനെ അവിടെ ഇൻസ്റ്റൻ്റായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടീം ഹൈപ്പറിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെമ്പേഴ്സ് എല്ലാം അവിടെ കില്ലർ അവിടെ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫൈറ്റും അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടി എടുക്കാൻ NXലെ മെമ്പേഴ്സ് എത്തുമോ എന്നുള്ള അറിയത്തില്ല. NX ലോഗനൊക്കെ അവിടെ ഹോൾഡ് ചെയ്തിരിക്കുക, സ്പോട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോഗനൊക്കെ അവിടെ കയറി ചെല്ലാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ TSSലെ മെമ്പേഴ്സ് അവിടെ എല്ലാം റിവൈവ് ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി NX9 മെമ്പേഴ്സ് അവിടെ ക്ലോസിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ TSSലെ മെമ്പേഴ്സ് സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫയർ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നമ്മുടെ ലോഗൻ വൈറ്റിനൊക്കെ ഫയർ കൊടുക്കുന്നുണ്ടായിരുന്നു. ആരാ എവിടെയെന്ന് ചോദിക്കാം. അപ്പോൾ ആകെ ഈ 2 ടീമുകൾ തമ്മിലുള്ള ഫൈറ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. NX9 ഡോക്ടർ, NX9ലെ ഫ്ലാക്ക് എല്ലാം തമ്മിലുള്ള ഫൈറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. TSSലെ മെമ്പേഴ്സുമായിട്ട്. TSSലെ 4 പേര് ലൈവാണ്, NX9ലെ 4 പേര് ലൈവാണ്. അവർ തമ്മിലുള്ള മത്സരം. ലോഗൻ വൈറ്റി അവിടെ ഹെൽത്ത് റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്. ട്രേബിൾ അവിടെ നിന്ന് മേളിൽ കൂടെ ഒരു മനോഹരമായ ഒരു മോളിയോ എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും മനോഹരമായ ഒരു മോളിയായിരുന്നു. നമ്മുടെ TSS കില്ലറിന് നല്ല ഡാമേജ് കിട്ടിയിട്ടുണ്ട്. ഹെൽത്തൊക്കെ ഷൂ എന്ന് പറഞ്ഞ് ഷർവർ ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നു. TSSലെ ഡൈനോ അവിടെ നല്ല രീതിയിലൊന്ന് ഹെൽത്ത് ഡൗൺ ആയിട്ടുണ്ട്. ബാക്കി NX9ലെ മെമ്പേഴ്സ് അവിടെ കയറി വരുന്നുണ്ട്. TSS ഡൈനോയുടെ അടുത്തേക്ക് ഒരു നീഡ്. ഓക്കെ, ഈവിൾ ഡോറിൻ്റെ അടുത്തായിരുന്നു മോളി. ഈവിൾ ഡോർ ജസ്റ്റ് മിസ് എന്ന് പറയാം. അപ്പം NX9ലെ ഡോക്ടറിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഡൈനോ NX9ലെ ഡോക്ടറിനെ അവിടെ റിവൈവ് ആകുമെന്ന് അറിയത്തില്ല. കില്ലർ വേറൊരു സ്പോട്ടിൽ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ കില്ലർ അവിടെ ചെന്ന് ഡോക്ടറിനെ റിവൈവ് ആയിട്ടുണ്ട്. നല്ലൊരു നീഡ്. അതിൽ കൂടെ ട്രേബിളും ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് അവിടെ പുഷ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. TSSലെ മെമ്പേഴ്സ് നമ്മുടെ ട്രേബിളിനെ അവിടെ റിവൈവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. NSS ലോഗൻ 9 അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ലോഗൻ 9ൻ്റെ അടുത്തേക്ക് കയറി സ്ലാമിങ് ചെയ്യുന്നു. ലോഗൻ 9 അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് അവിടെ റിവൈവ് ചെയ്യുമായിരുന്നു. അപ്പോൾ ബ്ലാക്കിനെ സ്പോട്ട് ചെയ്ത് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഡൗൺ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. 1 HP നിൽക്കുന്നത്. എന്തായാലും NX9ലെ മെമ്പേഴ്സിനെ അവിടെ TSS ടീം വൈപ്പ് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ 7 കില്ലോട് കൂടി 7 കില്ലോട് കൂടി TSSലെ മെമ്പേഴ്സ് സെറ്റായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഗാലക്സി ടീം അവിടെ ഒരു ഫൈറ്റ് എടുക്കുന്നു. ഗാലക്സി ടീമിലെ മെമ്പേഴ്സ് ആൻഡ് ടീം നമ്പർ 20 തമ്മിലുള്ള ടീം ആക്സിൽ ടീം മെമ്പേഴ്സും തമ്മിലുള്ള ഫൈറ്റാണെന്ന് തോന്നുന്നു. ഗാലക്സി ഫർഹാൻ അവിടെ ഓടി ചെല്ലുന്നുണ്ട്. ആക്സിലെ റെയ്ഡൻ അവിടെ ഹീലായിട്ടുണ്ട്. ഗാലക്സി ഇൻവേർട്ടറൊക്കെ അവിടെ കയറി ഇൻവേഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേമാതിരി തന്നെ ടീം ആക്സിലെ വേറൊരു മെമ്പേഴ്സ് അവിടെ കയറുന്നു. ഗാലക്സി ഇൻവേർട്ടർ അവിടെ കയറി പുഷ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗാലക്സി ഇൻവേർട്ടർ അവിടെ മേളിൽ കൂടെ കയറി നമ്മുടെ ഈ റെയ്ഡനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. റെയ്ഡൻ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. എന്തായാലും ടീം ആക്സിലിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. ആക്സിലറേറ്ററിൻ്റെ അടുത്തേക്ക് ഫർഹാൻ കയറി ചെല്ലുന്നുണ്ട്. ഫർഹാനെ അവിടെ സ്പോട്ട് ചെയ്ത് ആക്സിലറേറ്റർ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഗാലക്സി അയൺമാൻ അവിടെ ഡൗൺ ആണ്. അപ്പോൾ ഫർഹാൻ അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി മെമ്പേഴ്സ് അവിടെ കയറി വരുന്നുണ്ട്. ഇൻവേർട്ടർ അവിടെ കയറി വരുന്നുണ്ട്. ഇനി ഓരോന്നായിട്ടാണ് അവർ കയറി വരുന്നത്. ഇൻവേർട്ടറിനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻവേർട്ടറിനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഗാലക്സി മെമ്പേഴ്സ് ഓരോന്നായിട്ടാണ് കയറി ചെന്നത്. എന്തായാലും അതേസമയം ഒരേ സമയത്തുള്ള ഒരു പുഷായിരുന്നെങ്കിൽ മേ ബി ചിലപ്പം റിവൈവ് ചെയ്യാൻ സാധിച്ചതിനെ. അപ്പം ടീം ഡ്രേക്ക് അവിടെ ഒറ്റയ്ക്ക് കയറി ചെല്ലുന്നുണ്ട്. ഇനി ആക്സിലിൻ്റെ അടുത്ത് ഡ്രേക്ക് ആരാണ് ഹെപ്പർ ഹാൻഡ് 1vs1 ആരാ ഹെപ്പർ ഹാൻഡ്? ഗാലക്സി ടീമിനെ കംപ്ലീറ്റ് ആയിട്ട് ആക്സിലിൻ്റെ മെമ്പേഴ്സ് ട്രാക്സ് അവിടെ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്തിട്ടാണ്. അപ്പം ഗാലക്സിക്ക് പറ്റിയത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നായിട്ട് ആൾക്കാർ കയറി ചെന്നതാണ് ഗാലക്സിക്ക് ഇപ്പോൾ അവിടെ പറ്റിപ്പോയത്. അതേസമയം ഒരു മെമ്പറിനെ കൊണ്ട് റിവൈവ് ചെയ്തതിന് ശേഷം 2 പേര് ഒരുമിച്ച് പുഷ് ചെയ്യുമായിരുന്നെങ്കിൽ ആക്സിലിൻ്റെ മെമ്പറിനെ ഇൻസ്റ്റൻ്റായിട്ട് അവിടെ കില്ല് ചെയ്യാൻ സാധിച്ചേനെ. അപ്പോൾ എന്തായാലും ഫിനിക്സിൻ്റെ അടുത്ത് വൂൾഫിലെ മെമ്പേഴ്സ് 2 പേരെ കാണുന്നുണ്ട്. വൂൾഫിലെ മെമ്പേഴ്സ് ആൻഡ് ഫിനിക്സുമായിട്ടുള്ള ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. ഫിനിക്സ് അവിടെ തൊട്ടടുത്തുകൊണ്ട് വണ്ടി ഇങ്ങോട്ടൊക്കെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ സോണിനുള്ളിൽ കയറിയിട്ടുണ്ട് മെമ്പേഴ്സ് എല്ലാം. ഫിനിക്സിൻ്റെ നീക്കം എന്താണെന്ന് നോക്കാം. ഫിനിക്സിലെ മെമ്പേഴ്സ് അവിടെ വണ്ടി എടുത്ത് മേളിലേക്ക് എത്തിയിട്ടുണ്ട്. ഗാലക്സി ടെററിനെയൊക്കെ അവിടെ കാണുന്നുണ്ട്. ഗാലക്സി മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് പോവുകയാണോ എന്തായാലും അറിയത്തില്ല. എന്തായാലും വണ്ടി എടുത്ത് പോകുന്നുണ്ട്. ഫിനിക്സിലെ മെമ്പേഴ്സ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അറ്റ് പ്രസൻറ്റ്.
വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. തൊട്ടടുത്ത് ഗാലക്സിയിലെ മെമ്പേഴ്സിനെ കാണുന്നുണ്ട്. ഗാലക്സിയിലെ മെമ്പേഴ്സുമായിട്ടുള്ള ഫൈറ്റ് എടുക്കാനാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഗാലക്സിയിലെ 2 മെമ്പേഴ്സിനെ അവിടെ അടുത്ത് കാണുന്നുണ്ട്. അപ്പോൾ യെസ്, അവിടെ വൂൾഫിലെ മെമ്പേഴ്സിൻ്റെ ബാക്കിലെത്തിയിട്ടുണ്ട്. റൊട്ടേഷൻ ചെയ്ത് ഫിനിക്സ് ലെക്സിനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലെക്സി എന്തായാലും അവിടെ കയറി പുഷ് ചെയ്യുന്നുണ്ട്. ടീം നമ്പർ 22 എവിടെ എന്ന് നോക്കുവാണെങ്കിൽ 22 തൊട്ടപ്പുറത്തെ കോമ്പൗണ്ടിലുണ്ട്. അപ്പോൾ ഇത്രയും ദൂരം ലൂട്ടിങ് അതൊക്കെ നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അടിക്കാൻ വന്നതല്ല, എന്തായാലും ലൂട്ടിങ് നടത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഗാലക്സിയിലെ ടെറർ അവിടെ ഓപ്പണിൽ കൂടെ ഓടുന്നുണ്ട്. ഗാലക്സിയിലെ ടെററിനെ സ്പോട്ട് ചെയ്യുവാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഫയർ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. വേറെ പ്രത്യേകിച്ച് ഫൈറ്റുകളൊന്നും നടക്കാത്ത സാധനം വളരെ ശോകാവസ്ഥയാണ്. അപ്പോൾ SN4 മെമ്പേഴ്സ് അവിടെ സോണിൽ കയറാൻ ശ്രമിക്കുന്നു. ഇറ്റേണൽസിനെ കാണിച്ചിട്ടില്ലായിരിക്കും. നമ്മൾ ഇറ്റേണൽസിനെ കാണിക്കാൻ, ഇറ്റേണൽ വിഷൻ, വിങ് മാൻ, വോൾവോ ആൻഡ് ഡെവിളാണ് ഇറ്റേണൽസിന് വേണ്ടി ഫൈറ്റ് എടുക്കാൻ ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഇറ്റേണൽസ് അവിടെ സോണിൽ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതേമാതിരി തന്നെ നോക്കുവാണെങ്കിൽ DC വേണ്ടി ബ്രൂട്ടൽ കിഡ്, ആസ്ട്രൽ കിഡ്, DCയിലെ മെമ്പേഴ്സ് എല്ലാം അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. DC ഷാഡോ എല്ലാം അവിടെ ഹോൾഡ് ചെയ്യുകയാണ്. അതേമാതിരി തന്നെ IX ക്ലൗഡിലെ മെമ്പേഴ്സ് സോണിൽ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. TSS അവിടെ ഇപ്പോഴും ഗരോക്ക റീജിയൻ ഫേവർ ചെയ്ത് ഹോൾഡ് ചെയ്തിരിക്കുക. ഇപ്പോൾ ഗൈസ് കമൻറ്റ് സെക്ഷൻ ഒട്ടും ആക്റ്റീവ് അല്ല. 5 പേര് വാച്ചിങ് ഉണ്ട്, എന്നിട്ട് ആരും ഒന്നും പറയുന്നില്ല. എറ്റേണൽസ് അവിടെ ഗരോക്ക റീജിയൻ്റെ അടുത്തായിട്ട് വന്നിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തൊട്ടടുത്ത് ബാക്കി മെമ്പേഴ്സ് തമ്മിലുള്ള ഫൈറ്റ് എന്ന് പറയാൻ ആരും തന്നെ ഇല്ല. ഗാലക്സിയിലെ മെമ്പേഴ്സ് ആൻഡ് ഫിനിക്സിലെ മെമ്പേഴ്സാണ് പിന്നെ അടുത്തടുത്തുള്ളതെന്ന് പറയാനുള്ളത്. ബാക്കിയൊരു മെമ്പേഴ്സും അടുത്തടുത്തായിട്ട് കാണുന്നില്ല. അപ്പോൾ ടീം നമ്പർ 19 INT മെമ്പേഴ്സ് അവിടെ ഡ്രോപ്പ് എടുക്കാൻ ചെന്നിട്ടുണ്ട്. ഡ്രോപ്പ് എടുക്കാനായിട്ട് XMO ടീംസിൻ്റെ അടുത്തേക്കാണ് കയറി ചെന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ XMOയിലെ മെമ്പേഴ്സിനെ അവിടെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. XMOയുമായിട്ടുള്ള ഫൈറ്റ് എപ്പോൾ വേണമെങ്കിലും നടക്കാൻ ചാൻസ് ഉണ്ട്. XMOയിലെ മെമ്പേഴ്സ് അവിടെ ഓടി നടക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തൊട്ടടുത്ത് അവർ ഡ്രോപ്പൊന്നും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഡ്രോപ്പൊന്നും കാണാതെ കയറി ചെല്ലിക്കുവാണ്. അപ്പോൾ INT ക്രാമ്പസിനൊക്കെ നോക്കുക. ക്രാമ്പസൊക്കെ വണ്ടി എടുത്ത് ഡ്രോപ്പിൻ്റെ തൊട്ടടുത്തൂടെ പോകുന്നുണ്ട്. നേരെ ചെല്ലുന്ന XMOയുടെ ഫ്രണ്ടിലായിട്ട് കാണാം. XMO മെമ്പേഴ്സ് അവിടെ എപ്പോഴും നിൽക്കുന്നുണ്ട്. XMO മെമ്പേഴ്സ് മേമേനൊക്കെ അവിടെ വണ്ടി ഓടുന്നതൊക്കെ കണ്ട് അവിടെ കിടക്കുകയാണ്. ഓക്കെ, എന്തായാലും അവർ ഫൈറ്റൊന്നും എടുക്കാതെ വെയിറ്റ് ചെയ്തിരിക്കുക. എനിക്കൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ INT ടീം അവിടെ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. INT ടീം അവിടെ നിന്ന് മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഫിനിക്സ് മെമ്പേഴ്സിനെല്ലാം അവിടെ സോണിക്കാറുണ്ടായിട്ട് വൂൾഫ് ടീം അവിടെ കോസ്മോഡ്രോം ഏരിയയിൽ സെറ്റായിട്ട് പോയിട്ടുണ്ട്. അജീഷ് 1 2 3 1 സ്ക്രീം. അപ്പോൾ അജീഷ് എത്തിയിട്ടുണ്ട് നമുക്ക് നല്ല സപ്പോർട്ടുമായിട്ട്. ടീം ആക്സിലെ മെമ്പേഴ്സ് അവിടെ ഫയർ കൊടുക്കുന്നുണ്ടായിരുന്നു. ആക്സിൽ അവിടെ ഫോക്സിലെ വിനത്തിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഫോക്സിലെ വിനത്തിനെ ഇൻസ്റ്റൻ്റായിട്ടാണ് എന്നെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആക്സിൽ ഹേഡീസ് അവിടെ കില്ലുകളൊക്കെ എടുക്കുന്നു. ആക്സിൽ ടീം അവിടെ 5 കില്ലൊക്കെ എടുത്ത് സെറ്റായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആക്സിലെ മെമ്പേഴ്സ് അവിടെ കയറി ചെല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വൂൾഫിൻ്റെ അടുത്തേക്ക് വൂൾഫുമായിട്ട് ഒരു ഫയർ എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. SN4 അവിടെ സോണിൽ കയറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. DCയിലെ മെമ്പേഴ്സ് റിച്ചാസ് ഏരിയയിൽ നിൽക്കുന്നതേ ഉള്ളൂ. അവർ ഇതുവരെ സോണിൽ കയറിയിട്ടില്ല. അപ്പോൾ മെമ്പേഴ്സിൻ്റെ എല്ലാം സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ TSSയിലെ മെമ്പേഴ്സ് അവിടെ എത്തുന്നുണ്ട്. വീണ്ടും എറ്റേണൽസ് വീണ്ടും ഒരു റൊട്ടേഷൻ എടുത്തിട്ടുണ്ട്. സബാവ റീജിയനിലെ അടുത്തേക്കാണെന്ന് തോന്നുന്നു. എന്തായാലും റൊട്ടേഷൻ എടുത്തേക്കുന്ന വണ്ടിയൊക്കെ എടുത്ത് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആക്സിലെ മെമ്പേഴ്സ്. ബാക്കി ഫിനിക്സ് ടീം അവിടെ സോണിൽ കയറിയിട്ടുണ്ട്. അതേമാതിരി ഗാലക്സി ടീം അവിടെ സോണിൽ കയറിയിട്ടുണ്ട്. SN4 ടീം മെമ്പേഴ്സ് അവിടെ സോണിൽ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പെഡോസ്റ്റോ ഏരിയയിലെ അടുത്താണ് നിൽക്കുന്നത്. മൗണ്ട് പ്രസ്നിയാക്ക് ഏരിയയിൽ ഒരു ഡ്രോപ്പ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗാലക്സി ടെററൊക്കെ അവിടെ ഫയർ കൊടുക്കുന്നുണ്ടായിരുന്നു. ആർക്കെതിരെയാണെന്ന് അറിയത്തില്ല. ടെററൊക്കെ അവിടെ പരസ്പരം ഇടിയാൻ തോന്നുന്നു. എന്താണ് സംഭവം എന്നറിയത്തില്ല. എന്തായാലും പരസ്പരം ഇടിയും വെട്ടിയൊക്കെ നടക്കുന്നുണ്ട് അവർ. അജീഷ് ഫിനിക്സ് എന്ന് പറയുന്നുണ്ട്. ഫിനിക്സ് കോസ്മോഡ്രോം ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഫിനിക്സിലെ മെമ്പേഴ്സ് 4 പേരും വണ്ടിയൊക്കെ എടുത്ത് പോകുന്നുണ്ട്. ഫ്രണ്ടിൽ ഫ്ലെയറൊക്കെ കാണുന്നുണ്ട്. എന്തായാലും അറ്റാക്കൊന്നും ചെയ്യാൻ ശ്രമിക്കുന്നില്ല. അവരവിടെ ഹോൾഡ് ചെയ്യുന്നേ ഉള്ളൂ. വണ്ടിയൊക്കെ എടുത്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത മെമ്പേഴ്സിനൊന്നും കാണുന്നുമില്ല. അവർക്ക് വലിയ വെല്ലുവിളികളും കാര്യങ്ങളൊന്നുമില്ല. അവ ടയർ മാർക്സ് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ആസ്ട്രലിലെ മെമ്പേഴ്സ് പോയതാണെന്ന് തോന്നുന്നു. അപ്പോൾ ആക്സിലെ മെമ്പേഴ്സ് പോയതിൻ്റെ ടയർ മാർക്കിലൂടെ തന്നെയാണ് നമ്മുടെ ഫിനിക്സിലെ മെമ്പേഴ്സ് കയറി ചെന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫിനിക്സ് മെമ്പേഴ്സ് എപ്പോൾ വേണമെങ്കിലും ഓപ്പണിൽ പിടിക്കാം. നമ്മുടെ ടീം നമ്പർ ആക്സിൽ ടീം അവിടെ 14ൻ്റെ അടുത്തേക്ക് 14ലെ ബാക്കി മെമ്പേഴ്സിൻ്റെ അടുത്ത് കയറി ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 14ലെ ബാക്കി മെമ്പേഴ്സ് അവിടെ ഫയർ കൊടുക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ആക്സിൽ രക്ഷപ്പെട്ടിട്ട് അവിടെ പോന്നിട്ടുണ്ട്. അപ്പം ആക്സിൽ മെമ്പേഴ്സ് അവിടെ വന്നൊരു കോമ്പൗണ്ടിൽ എത്തിയിട്ടുണ്ട്. അവിടുന്ന് നേരെ പുഷ് ചെയ്യാനുള്ള പ്ലാൻ ആയിരിക്കും. എന്തായാലും ആക്സിൽ ടീം തൊട്ടടുത്ത് തന്നെ ഫിനിക്സും എത്തും.
എന്ന് വിശ്വസിക്കുന്നു. SN4 അപ്പോൾ അവിടെ സോണി കയറിയിട്ടുണ്ട്. അപ്പോൾ ചട്ടപ്പെട്ട ഫൈറ്റിംഗ് ആണ് നമ്മുടെ വൂൾഫിലെ മെമ്പേഴ്സുമായിട്ടുള്ള ഫൈറ്റിംഗ് ആണ്. വൂൾഫിലെ ഒരു മെമ്പറിനെ ടീം ആക്സിലെ മെമ്പേഴ്സ് അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. വൂൾഫ് ജോക്കറൊക്കെ ആണെന്ന് തോന്നുന്നു അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കും. വൂൾഫ് ജോക്കറിന് നല്ല ഡാമേജ് കിട്ടിയിട്ടുണ്ട്. ആരോണിനെ നോക്കാം. ആരോണെന്ന് തോന്നുന്നു അവിടെ നിന്ന് ചെന്നം പിന്നെ ഫയർ. INT ഗ്യാസ്ലി അവിടെ XMO അതിലെ പ്ലേയേഴ്സുമായിട്ടുള്ള ഫൈറ്റ് എടുത്തിട്ടുണ്ട്. XMO പ്ലേയേഴ്സുമായിട്ടുള്ള ഫൈറ്റ് അവിടെ അടുത്ത് നടക്കുന്നു. XMO RPX അവിടെ ഡൗൺ ആണ്. അപ്പോൾ അവസാനം വന്ന XMO പ്ലേയേഴ്സിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് INT മെമ്പേഴ്സ്. അപ്പോൾ INTയിലെ മെമ്പേഴ്സ് തമ്മിലുള്ള ഫൈറ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. INT ഡെത്ത് ടോസ് ഉണ്ട്. INT ഫെമൈനുണ്ട്. ഫെമൈൻ്റെ അടുത്തേക്ക് കയറി പുഷിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. INTയിലെ മെമ്പേഴ്സിൻ്റെ ഒരു ക്ലോസിങ് നിങ്ങൾ കാണാം. INT മെമ്പേഴ്സ് അവിടെ XMOനെ നിദാരുണം വധിച്ചിരിക്കുകയാണ്. 14ൻ്റെ അടുത്തേക്ക് പോകാം. 14ലെ മെമ്പേഴ്സിൻ്റെ ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. 14ലെ മെമ്പേഴ്സ് SN4മായിട്ടുള്ള ഫൈറ്റ് നടക്കുന്നുണ്ട്. SN4ലെ മെമ്പേഴ്സ് അവിടെ വൂൾഫിലെ ആരോണിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. വൂൾഫ് ആരോൺ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. അതുമാതിരി റൈഫിൾ അവിടെ ഡൗൺ ആണ്. സിയൂസ് അവിടെ നെയ്ഡും കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്ത് എറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്തായാലും ഇതുവരെ ലോഡാവാത്ത. അപ്പം നെയ്ഡൊക്കെ എടുത്ത് കുക്ക് ചെയ്ത് എറിയുന്നുണ്ട്. നെയ്ഡ് പൊട്ടുന്നതോടുകൂടി വലിയ ഡാമേജ് ഒന്നും സംഭവിച്ചിട്ടില്ല ആർക്കും തന്നെ. തൊട്ടപ്പുറത്ത് ഫിനിക്സിലെ മെമ്പേഴ്സ് അവിടെ ഹോൾഡ് ചെയ്യുന്നു. SN4 വാമ്പയറിനെ അവിടെ ഫിനിക്സ് ജിയൂസ് അവിടെ വീണ്ടും ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 മെമ്പേഴ്സിനെ അവിടെ നോക്ക് ചെയ്തിട്ടുണ്ട്. വൂൾഫ് ജോക്കർ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 പേരുടെ കയറി പുഷ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. SN4 റാംബോ അവിടെ വെയിറ്റ് ചെയ്യുന്നേ ഉള്ളൂ. തൊട്ടടുത്ത് ജോക്കറിൻ്റെ വേറൊരു നീഡ് റാംബോയുടെ അടുത്തേക്ക് എന്തോ സ്മോക്ക് ആണോ എന്ന് അറിയത്തില്ല, മോളിയാണോ എന്തോ ആണെന്ന് അറിയത്തില്ല. ടീം ആക്സൽ ഹേഡീസ് ഒക്കെ അവിടെ കയറി വന്നിട്ടുണ്ട്. ആക്സലിലെ മെമ്പേഴ്സ് അവിടെ ക്ലോസിങ് ചെയ്യുന്നുണ്ട്. ആക്സൽ ഹേഡീസ് ഒക്കെ അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടീം ആക്സലിലെ മെമ്പേഴ്സ് ജോക്കറിന് നല്ല ഡാമേജ് കൊടുത്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. ആക്സൽ ഹേഡീസ് എന്തായാലും ആക്സലിലെ മെമ്പേഴ്സ് മനോഹരമായിട്ട് കളിക്കുന്നു. നമ്മുടെ ജോക്കറിനെ അവിടെ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് മെമ്പേഴ്സ്. അപ്പോൾ ഫിനിക്സിലെ മെമ്പേഴ്സ് അവിടെ ബാക്കിൽ കാണിച്ച് ടീം വൂൾഫ് ജിയൂസ് അവിടെ കയറി വരുന്നു. ജിയൂസിനെ അവിടെ ഇൻസ്റ്റൻ്റായിട്ട് കില്ല് ചെയ്തിട്ടുണ്ട്. ടീം ആക്സൽ ഹേഡീസ് അവിടെ എപ്പോഴും പറ്റുന്നത്. SN4ലെ മെമ്പേഴ്സുമായിട്ട് തേർഡ് പാർട്ടി എടുക്കാൻ ചോദിക്കും. ആക്സൽ റൈഡർ അവിടെ കയറി ചെല്ലുകയാണ്. M249 വെച്ചുള്ള ഫയറിങ്ങിലൊക്കെ നിൽക്കുകയാണ്. റാംബോനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. റാമിനെ ഇൻസ്റ്റൻ്റായിട്ട് സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. SN4ലെ വാമ്പയർ വാമ്പയർ അവിടെ ആക്സൽ ഹേഡീസിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. വാമ്പയറിനെ സ്പോട്ട് ചെയ്ത് ബാക്കി ആക്സലിലെ മെമ്പർ ഇൻസ്റ്റൻ്റായിട്ട് ഡൗൺ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ബാക്കി ആക്സലിൽ ഒരു പ്ലെയർ ഉടങ്ങാണ്ടുണ്ട്. അപ്പോൾ ആക്സലിലെ ആ ഒരു പ്ലെയറിനെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിൽ SN4 ചാത്തുവിനെ കൂടെ ഫിനിഷ് ചെയ്യുന്നതോടുകൂടി ആ ടീം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫിനിക്സിലെ ലെക്സി അവിടെ കയറി വന്നിട്ടുണ്ട്. ലെക്സി അവിടെ ഫൈറ്റ് എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ലെക്സി അവിടെ ഒരു വന്നിട്ടുണ്ട്. ഫിനിക്സ് അസാസിൻ, ഫാൽക്കൺ OP, ജോമോൻ എല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ 2-4 സിറ്റുവേഷനാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഫിനിക്സിലെ 4 മെമ്പേഴ്സും ആക്സലിലെ 2 മെമ്പേഴ്സും തമ്മിലുള്ള ഫൈറ്റാണ് ഇനി നടക്കാനുള്ളത്. അസാസിനൊക്കെ അവിടെ വന്ന് വെയിറ്റ് ചെയ്തിരിക്കാം. ഫിനിക്സ് ഫാൽക്കണൊക്കെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. എന്തായാലും ഫൈറ്റിംഗ് അവർ എടുത്തിട്ടില്ല ഇതുവരെ. അസാസിൻ അവിടെ കയറി വരുന്നുണ്ട്. അസാസിൻ ആൻഡ് ആക്സൽ റൈഡേഴ്സ് അവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. മേലിക്കൂടെ ജോമോൻ്റെ നല്ലൊരു കവർ വരുന്നുണ്ട്, കവർ സപ്പോർട്ട്. ഫാൽക്കൺ OP ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. ലക്ഷറി ടീം ആക്സൽ ഹീറോസ് അവിടെ ബാക്കിലേക്ക് വലിഞ്ഞിട്ടുണ്ട്. ആക്സൽ റൈഡർ അവിടെ വലിക്കുന്നത്. എറ്റേണൽ ഡെവിളിൽ അവിടെ INTയുമായിട്ടുള്ള ഫൈറ്റ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് INTയുമായിട്ടുള്ള ഫൈറ്റ് അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ആക്സിലൂടെ ഫാൽക്കൺ OPനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അസാസിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. നല്ലൊരു നീഡിലൂടെ അസാസിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അസാസിനെ ഇൻസ്റ്റൻ്റായിട്ട് സ്പോട്ട് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ലെക്സി അവിടെ കവർ ഫയർ കൊടുക്കുന്നുണ്ടായിരുന്നു. ലെക്സിയുടെ അടുത്തേക്ക് നീഡുകളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അസാസിൻ ഇൻസ്റ്റൻ്റായിട്ട് അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അസാസിൻ വളരെയധികം ഫ്രണ്ടിൽ തന്നെ കയറിയിരുന്നു. എന്തായാലും നീഡുകളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. DC സ്റ്റാർ ബോയിയുടെ വിഷം ചെയ്തുർഗാനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചന്നമിൻ്റെ നീഡുകൾ സ്മോക്കുകൾ ഇട്ട് ആക്സിലിലെ മെമ്പേഴ്സ് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്സിലിലെ മെമ്പേഴ്സ് ഒരു രക്ഷയില്ലാത്ത കളി. ടീം ആക്സിൽ ഓൾറെഡി 10 കില്ലെടുത്ത് കഴിഞ്ഞ് ഫാൽക്കൺ OP ലക്ഷറിയുടെ അടുത്തേക്ക് എല്ലാവരും കയറി ചെന്ന് കഴിഞ്ഞ് ലെക്സി നല്ലൊരു മൂവ് ചെയ്തിട്ടുണ്ട്. മാറ്റം ഒന്ന് മാറിയിട്ടുണ്ട്. ഹീറോസ് അവിടെ കയറി വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആക്സിൽ റൈഡർ അവിടെ കയറി വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. 2 പേരും അവിടെ കയറി ചെന്നുകൊണ്ട് ഫാൽക്കൺ OPനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ആക്സിലെ ഹീറോസിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. എന്തായാലും ആക്സിൽ ഹീറോസ് അവിടെ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ റാക്സിനെ കൂടെ സ്പോട്ട് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഫിനിക്സ് ടീം അവിടെ ഫിനിഷ് ചെയ്യുന്നതെന്ന് തോന്നുന്നു ആക്സൽ റൈഡറിൻ്റെ. അപ്പോൾ ലെക്സി അവിടെ വഴി ഒന്ന് സ്പോട്ട് ചെയ്ത് കറങ്ങി വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലെക്സി അവിടെ ആക്സലിലെ റേക്കറിനെ സ്പോട്ട് ചെയ്ത് ഇൻസ്റ്റൻ്റായിട്ട്. അപ്പോൾ ഫിനിക്സ് ടീം അവിടെ ടീമിനെ കംപ്ലീറ്റ് വൈപ്പ് ചെയ്തിട്ടുണ്ട്. DC മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് പോകാൻ DC മെമ്പേഴ്സ് അവിടെ ഫൈറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. എവിടെ എന്താണ് സംഭവം? ഇത് സ്കൂമിങ് ആണല്ലോ. അപ്പോൾ 5 ടീമുകളായിട്ട് എന്തായാലും ചുരുങ്ങിയിട്ടുണ്ട്. DC മെമ്പേഴ്സ് അവിടെ നല്ലോണമൊക്കെ ഫൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. DCയിലെ മെമ്പേഴ്സ് 3 കില്ലൊക്കെ എടുത്തിട്ടുണ്ട്. DC സ്റ്റാർ ബോയിനെ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആസ്ട്രൽ അവിടെ ഡൗൺ ആണ്. കിലാടി അവിടെ ഡൗൺ ആണ്. 2 പേരെയും ബ്രൂട്ടൽ XD റിവൈവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു.
TSSലെ മെമ്പേഴ്സ് അവിടെ സോണിൽ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഗാലക്സിയിലെ 2 മെമ്പേഴ്സ് സോണിൽ കയറി. ഗാലക്സിയിലെ 2 മെമ്പേഴ്സായിട്ടുള്ള ടീം സോണിലുണ്ട്. DC മെമ്പേഴ്സ് സോണിൽ കയറാനുണ്ട്. എറ്റേണൽസ് അവിടെ സോണിൽ കയറാനുണ്ട്. അപ്പം ഫിനിക്സ് അസാസിന് മാത്രം അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ നീഡിൽ. അപ്പോൾ അസാസിൻ്റെ അടുത്തേക്ക് ബാക്കി എറ്റേണൽസിലെ മെമ്പേഴ്സ് അവിടെ കയറാനുണ്ട്. തൊട്ടപ്പുറത്ത് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ എറ്റേണൽസ് അവിടെ ഇപ്പോഴും സോണിൽ കയറാനുണ്ട്. സബാവ കോൾമൈൻ കോസ്മോഡ്രോം ലക്ഷ്യമാക്കിയുള്ള ഒരു ഫോം ചെയ്തിട്ടുള്ള ഒരു ഡ്രോണാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി ആരൊക്കെ തമ്മിലുള്ള ഫൈറ്റ് ആയിരിക്കും നടക്കുക എന്ന് പറയാൻ പറ്റത്തില്ല. TSSലെ മെമ്പേഴ്സ് DC മെമ്പേഴ്സ് ആയിട്ട് എറ്റേണൽസ് അവിടെ സോണിൽ കയറുന്നതോടുകൂടി അടുത്ത ഫൈറ്റ് കുറച്ചുകൂടെ ഒന്ന് ആക്കം കൂട്ടുന്നതായിരിക്കും. അപ്പോൾ ഇറ്റേണൽസിൽ ഡബിൾ അവിടെ സോണിൽ കയറിയിട്ടുണ്ട്. വിഷൻ അവിടെ സോണിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫിനിക്സിലെ മെമ്പേഴ്സ് ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. അപ്പം ഇറ്റേണൽസിൻ്റെ അടുത്തേക്ക് കയറി DC മെമ്പേഴ്സ് അവിടെ സോണിന് പുറത്തേക്കൊക്കെ പോകുന്നുണ്ട്. എന്താണ് വണ്ടിയൊക്കെ എടുത്ത് പോകാനുള്ള ശ്രമത്തിലാണ്. വണ്ടി എടുത്ത് പോകാനുള്ള ശ്രമത്തിലാണ്. ആശാന്മാർ അവിടെ വണ്ടിയൊക്കെ എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ DC ഖിലാഡിയൊക്കെ അവിടെ വണ്ടി എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ ആഷ്റൽ കിഡാന്ന് തോന്നുന്നു അവരുടെ നേതാവ്, വണ്ടി ഓടിക്കുന്ന നേതാവ്. അപ്പോൾ ആഷ്റൽ കിഡിന് വേണ്ടി അപ്പം 4 ടീമുകൾ സോണിലെത്തിയിട്ടുണ്ട്. DC മെമ്പേഴ്സ് കൂടെ സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. DC മെമ്പേഴ്സിന് അത്യാവശ്യം ഡാമേജൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് സോണിൻ്റെ. അപ്പോൾ സോണിൽ കയറുവാണെങ്കിൽ ആ കുഴപ്പം അവോയ്ഡ് ചെയ്യാമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും DC മെമ്പേഴ്സ് അവിടെ സോണിൽ റീലോഡ് M249 ഒക്കെ റീലോഡ് ചെയ്യുന്ന സൗണ്ട് നമുക്ക് അവിടെ കേൾക്കാം DC മെമ്പേഴ്സിൻ്റെ. അപ്പോൾ DC മെമ്പേഴ്സ് അവിടെ സോണിൽ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും സോണിൻ്റെ എഡ്ജ് ഓഫ് ദ സോൺ പിടിച്ചാണ് അവർ കളിക്കുന്നത്. അടുത്ത ഡ്രോപ്പും അവർ അടുത്ത ഫ്ലെയറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്തിട്ടേ പോകത്തുള്ളെന്ന് തോന്നുന്നു. എന്തായാലും ആ ഫ്ലെയറിൻ്റെ അടുത്ത് കൂടെ ഒക്കെ പോകുന്നുണ്ട്. എന്തായാലും ആസ്ട്രക്കിലെ മെമ്പേഴ്സ് എല്ലാം അവിടെ സോണിൽ ലേറ്റ് റൊട്ടേഷനാണ്, വളരെ ലേറ്റ് റൊട്ടേഷനാണ്. TSS ടീമാണ് അവർക്ക് അടുത്തുള്ളത്. TSS ടീമിൻ്റെ അടുത്തേക്കാണ് കയറി ചെന്നുകൊണ്ടിരിക്കുന്നത്. TSSലെ മെമ്പേഴ്സിൻ്റെ അടുത്ത് ഓക്കെ നമ്മുടെ DC ഖിലാഡിയൊക്കെ അവിടെ ചാടിയിട്ടുണ്ടായിരുന്നു എഡ്ജ് ഓഫ് ദ സോണിൽ. അപ്പം വീണ്ടും അടുത്ത സോൺ വീണ്ടും ഫോം ആയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം മെമ്പേഴ്സ് ഗാലക്സി ടീം ഒഴിച്ച് ബാക്കി എല്ലാ ടീംസിനോട് സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സോണിൽ പോകാനുള്ളൊരു പ്രയോറിറ്റിയിലായിരിക്കും അവർ വെയിറ്റ് ചെയ്യുന്നത്. ഇറ്റേണൽസ് ടീമിനോട് സോണിൽ പോകാണ്ട്, ഫിനിക്സ് ടീമിനോട് സോണിൽ പോകാണ്ട്. ഫിനിക്സ് ടീം അവിടെ വണ്ടിയിൽ ഓൾറെഡി കയറി കഴിഞ്ഞു. ബാക്കി മെമ്പേഴ്സ് അവിടെ സ്പോട്ട് ചെയ്യുവാണെങ്കിൽ അവർ ബാക്കി സോണിൽ പോകാനുള്ള ശ്രമത്തിലാണ്. ഫിനിക്സ് ജോമോൻ എല്ലാം ഫാൽക്കണോപ്പി എല്ലാം അവിടെ സോണിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അവരുടെ ഫൈറ്റ് എറ്റേണൽസുമായിട്ട് നടക്കാനും നല്ല ചാൻസ് ഉണ്ടായിരുന്നു. അതെന്തായാലും മാറിയിട്ടുണ്ട്. അപ്പോൾ ഫിനിക്സിലെ ബാക്കി മെമ്പേഴ്സ് എല്ലാം സോണിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോണിൻ്റെ എഡ്ജിൽ കയറാനുള്ള ശ്രമത്തിലാണ് ആശാന്മാരുടെ ഒരു ശ്രമം എന്ന് പറയാം. അപ്പോൾ എഡ്ജ് ഓഫ് ദ സോണിൽ നിൽക്കുകയാണ് ഫാൽക്കണോപ്പിയൊക്കെ. കുറച്ചുകൂടെ മുന്നിൽ പോകേണ്ടതായിരിക്കും എന്നതായിരിക്കും നല്ലത്. അപ്പം TSSലെ മെമ്പേഴ്സ് അവിടെ ഫയർ കൊടുക്കുന്നുണ്ടായിരുന്നു. TSS ഇവിൽഡോറൊക്കെ അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആർക്കെതിരെയാണെന്ന് അറിയത്തില്ല. എന്തായാലും നമ്മുടെ ടീം നമ്പർ 21ലെ മെമ്പേഴ്സ് അവിടെ അടുത്തുണ്ട്. എന്താണ് ഈ സംഭവം? DCയിൽ ചിൽമോങ് അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. DC മെമ്പേഴ്സിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ചിൽമോങ് അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വണ്ടിയൊക്കെ അടിച്ച് പൊട്ടിക്കുകയാണ്. അപ്പോൾ വണ്ടി അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് DC. ബ്രൂട്ടൽ XD അവിടെ അതുവഴി നല്ലൊരു റൊട്ടേഷനൊക്കെ എടുത്ത് വരുന്നുണ്ട്. DC കില്ലറിൻ്റെ അടുത്തേക്ക് ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. DC കില്ലറിനെ നോക്കാൻ നമുക്ക് കില്ലറിൻ്റെ അടുത്ത് ഫയർ കൊടുത്തുകൊണ്ടിരിക്കും. കില്ലറിൻ്റെ അടുത്തേക്ക് വണ്ടിയൊക്കെ എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. കില്ലർ അവിടെ ഒറ്റയ്ക്ക് ഹോൾഡ് ചെയ്തിരിക്കുകയായിരുന്നു. കില്ലറിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. കില്ലർ അവിടെ DCയിലെ മെമ്പർ ആഷ്റൽ കിഡിനെ അവരെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ബാക്കി മെമ്പേഴ്സ് DC ഖിലാഡിയൊക്കെ നല്ല അടിപൊളി ഫയറിങ്, നല്ല അടിപൊളി കവർ ഫയറിങ് എന്ന് പറയാം. ഒരു രക്ഷയില്ലാത്ത കവറിങ്. DC ബ്രൂട്ടൽ കിഡൊക്കെ അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. TSSലെ മെമ്പേഴ്സിനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാനായിട്ട്. ഇപ്പോൾ DC ആഷ്റൽ കിഡൊക്കെ അവിടെ സോണിൽ കയറാൻ എറ്റേണൽസ് ടീമും തൊട്ടടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഇറ്റേണക്സ് എന്തായാലും ഫിനിക്സിലെ മെമ്പേഴ്സ് അവിടെ സോണിൽ കയറിയിട്ടുണ്ട്. അവരുമായിട്ട് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ആഷ്ട്ര എക്സ് നിരന്തരം ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആഷ്ട്രലിനെ നമുക്ക് നോക്കാം. അപ്പോൾ TSSലെ മെമ്പേഴ്സിനെ എല്ലാം സ്പോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ജമ്പിങ് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. തൊട്ടടുത്ത് നമ്മുടെ ഇറ്റേണൽസിൻ്റെ മെമ്പേഴ്സിനെ കാണാം. ഇറ്റേണൽസ് മെമ്പേഴ്സ് തൊട്ടടുത്ത് തന്നെ കാണുന്നുണ്ട്. ഇറ്റേണൽസ് മെമ്പേഴ്സ് അവിടെ കയറി വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. താഴത്തെ കോമ്പൗണ്ടിൽ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ TSSലെ മെമ്പേഴ്സ് അവിടെ സോണിൽ ഹാർഡ് കവറിൽ എത്തിയിട്ടുണ്ട്. TSS കില്ലർ അവിടെ ഇപ്പോഴും ബാക്കിൽ നിൽക്കുന്നുള്ളൂ. ആഷ്ട്ര കിഡ് അവിടെ മാക്സിമം ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇറ്റേണൽസിലെ മെമ്പേഴ്സ് അവിടെ താഴെ നിന്ന് തേർഡ് പാർട്ടി എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. DC ബ്രൂട്ടൽ കിഡിന് നല്ല ഡാമേജ് കൊടുത്തിട്ടുണ്ട്. തൊട്ടപ്പുറത്തുനിന്ന് തന്നെ TSS ഡൈന അവിടെ സോണിൽ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. DC ആഷ്ട്ര കിഡ് എത്തുന്നുണ്ട്. വൂൾഫുമായിട്ട് ഫയറിങ്ങിനാണ്. അപ്പോൾ വൂൾഫിനെ നോക്കാം. വൂൾഫ് അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ DCയിലെ മെമ്പേഴ്സ് TSS കില്ലർ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. കില്ല് അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. DC മെമ്പേഴ്സുമായിട്ടുള്ള ഫൈറ്റ് ബ്രൂട്ടൽ XDയുടെ മാത്രമല്ല ആഷ്ട്രൽ അവിടെ ഡൗൺ
ആണ്. എന്തായാലും തൊട്ടപ്പുറത്ത് സ്മോക്കുകളൊക്കെ ഇട്ട് കയറി ചെല്ലാനുള്ള ശ്രമത്തിലാണ്. ബ്രൂട്ടൽ അവിടെ കിലാഡിനെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേസമയം നമ്മുടെ ഒരു മനോഹരമായ മോളി അവരുടെ അടുത്തേക്ക് എറിഞ്ഞിട്ടുണ്ട്. അപ്പം മോളി വന്ന് വീണിട്ടുണ്ടെങ്കിലും നല്ല ഡാമേജ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് TSSലെ മെമ്പേഴ്സ്. DC ബ്രൂട്ടൽ കിഡിന് നല്ല അത്യാവശ്യം നല്ല ഡാമേജ് കിട്ടിയിട്ടുണ്ട്. ബ്രൂട്ടൽ കിഡ് അവിടെ ആ മോളിൽ എന്തായാലും ഡൗൺ ആയിട്ടുണ്ട്. DC കിലാഡിക്ക് നല്ല ഡാമേജ് കിട്ടിയിട്ടുണ്ട്. ഹെൽത്ത് ഒക്കെ എടുത്ത് വെക്കുകയാണ്. ബ്രൂട്ടൽ കിഡ് വീണ്ടും കയറി ചെല്ലേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും DC കിലാഡി അവിടെ നിന്ന് ടോപ്പ് ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് ഡൈനോയുടെ അടുത്തേക്ക് ഒരു നേടിയിട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ TSS കില്ലർ അവിടെ എപ്പോഴും ഹോൾഡ് ചെയ്യുന്നുള്ളൂ. DC ബ്രൂട്ടൽ കിഡിനെ കൂടെ സ്പോട്ട് ചെയ്ത് അവിടെ ഇൻസ്റ്റൻ്റായിട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. DC കിലാഡിയുള്ളൂ. ഇറ്റേണൽസിലെ മെമ്പേഴ്സ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു തേർഡ് പാർട്ടി എടുക്കാൻ. അപ്പോൾ ഇറ്റേണൽസുമായിട്ടുള്ള ഫൈറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് ഓൺ ആയിട്ടുണ്ട്. എന്തായാലും എന്താണ് സംഭവം? എക്സ്പെക്ടേഷൻ ഗ്ലിച്ചിൻ്റെ ഓരോ അവതാരങ്ങൾ. എറ്റേണൽസിൽ വിങ് മാനിനെ കൂടെ സ്പോട്ട് ചെയ്യുന്നതോടുകൂടി അവിടെ ഒറ്റ ഫയർ പോലും കൊടുത്തില്ല. എറ്റേണൽസിലെ വിങ് മാൻ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. എന്തായാലും അപ്പം നമ്മുടെ ടോപ്പ് 3 ടീമുകളായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അപ്പം ഫിനിക്സ് മെമ്പേഴ്സ്, ഗാലക്സിയിലെ മെമ്പേഴ്സ് ആൻഡ് TSSലെ മെമ്പേഴ്സാണ്. TSSലെ മെമ്പേഴ്സ് ഓൾറെഡി 11 കില്ലെടുത്ത് വെച്ചിട്ടുണ്ട്. ആഫ്രി DC എന്ന് പറയുന്നുണ്ട്. ആഫ്രി വെൽക്കം ടു ദ സ്ട്രീം. അപ്പോൾ DC ഇന്ന് ഒരു മെമ്പർ കുറഞ്ഞതിന് ശേഷം ഒരു പാസീവ് പ്ലേ ആയിരുന്നു എന്തായാലും. പക്ഷേ അവർ മാക്സിമം പുഷ് ചെയ്യാൻ നോക്കി, നടന്നില്ല. അപ്പോൾ TSSലെ മെമ്പേഴ്സ് നല്ല അടിപൊളി ആയിട്ട് തന്നെ ഫൈറ്റ് ബാക്ക് ചെയ്തു. ഫിനിക്സ് മെമ്പേഴ്സ് അവിടെ സോണിനുള്ളിൽ കയറിയിട്ടുണ്ട്. ഗാലക്സിയിലെ 2 മെമ്പേഴ്സിന് അവിടെ സോണിൽ കയറാനുണ്ട്. അപ്പോൾ TSSലെ മെമ്പേഴ്സുമായിട്ടുള്ള ഫൈറ്റാണ്. ഉള്ള ഡ്രോപ്പുകളെല്ലാം ലൂട്ട് ചെയ്തിട്ട് വരുന്ന TSSലെ മെമ്പേഴ്സുമായിട്ടുള്ള ഫൈറ്റാണ്. 4vs3 സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഫിനിക്സ് ടീം അവിടെ ഹോൾഡ് ചെയ്യുന്നേ ഉള്ളൂ. ഫിനിക്സ്, ജോമോൻ, ഫാൽക്കണോപ്പി ആൻഡ് ലെക്സി അവിടെ ഹോൾഡ് ചെയ്യുന്നേ ഉള്ളൂ. ഗാലക്സിയിലെ മെമ്പേഴ്സ്, ഗാലക്സി ടെററൊക്കെ അവിടെ സോണിൽ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗാലക്സി ടെററൊക്കെ ഇപ്പോഴും ലൂട്ടിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല. അവരിപ്പോഴും ഔട്ട് ഓഫ് ദ സോൺ കോമ്പൗണ്ടിൽ ഹോൾഡ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം ഫിനിക്സിലെ മെമ്പേഴ്സിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ സോണിൽ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് ഓപ്പണിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഫിനിക്സ് ജോമോനെ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ജോമോനെ നോക്കാം. ജോമോൻ ഇവരെ എല്ലാം സ്പോട്ട് ചെയ്ത് വെച്ചേക്കാണ്. എന്തായാലും ജോമോൻ എപ്പോൾ വേണേലും ഫയർ കൊടുക്കാനായിട്ട് സ്പോട്ട് ചെയ്ത് വെച്ചേക്കാണ്. ഗാലക്സി ടെററിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ടെറർ വരുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ടെററിനെ അവിടെ ഇൻസ്റ്റൻ്റായിട്ട് ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എന്താണ് സംഭവം എന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും നീഡുകളും മോളികളും ഉണ്ടെങ്കിൽ അവിടെ കയറുന്നതായിരിക്കും. ഗാലക്സി ടെററൊക്കെ സ്മോക്കൊക്കെ ഇട്ട് രക്ഷപ്പെടാൻ വരുന്നു. അപ്പോൾ ഫിനിക്സ് ജോമോൻ അവിടെ സ്പോട്ട് ചെയ്തിട്ട് നമ്മുടെ ഡെവിളിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ABC ഡെവിൾ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കി മെമ്പേഴ്സിനെ കൂടെ നമ്മുടെ ഗാലക്സി ടെററിനെ കൂടെ ഫയർ കൊടുക്കുന്നതോടുകൂടി ഗാലക്സിയിലെ മെമ്പേഴ്സ് കൂടെ ഫിനിഷ് ആകുമെന്ന് തോന്നുന്നു. എന്തായാലും സ്മോക്കൊക്കെ ഇട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ അങ്ങോട്ട്. ഓക്കെ, അവസാനം ഫിനിക്സിലെ ജോമോൻ ആൻഡ് ഫിനിക്സ് ജെക്സ് ചേർന്ന് ഗാലക്സി ടീമിനെ അവിടെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം 4 കില്ലോ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ടോപ്പ് 2 ടീംസ് തന്നെ ആയിട്ടുണ്ട്. ഫിനിക്സ് ടീം ആൻഡ് TSSലെ മെമ്പേഴ്സ്. TSSലെ ഈവിൾഡോറൊക്കെ അവിടെ വണ്ടി എടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ആ ഫൈറ്റ് നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഫിനിക്സിലെ മെമ്പേഴ്സ് വേഴ്സ് TSSലെ മെമ്പർ. TSSലെ ഡൈനോ അവിടെ ലെക്സിയുടെ അടുത്തേക്ക് കയറി വരുന്നു. ലെക്സിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഇൻസ്റ്റൻ്റായിട്ട് ഡൈനോ ഡൗൺ ചെയ്തിട്ടുണ്ട്. ചിൽമോങ്ക് ഫാൽക്കണോപ്പി അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നു. TSSലെ ജോമോനെ അവിടെ ഇൻസ്റ്റൻ്റായിട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇനി ഫാൽക്കണോപ്പി മാത്രം. ഫാൽക്കണോപ്പി അവിടെ സ്പോട്ട് ചെയ്ത് TSSലെ ഈവിൾഡോറിനെ ഡൗൺ ചെയ്ത്. ഈവിൾഡോർ 1 HP അപ്പോൾ അങ്ങനെ ആ ഫൈറ്റ് അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഫിനിക്സ് ടീം അവിടെ 2ാം സ്ഥാനത്ത് എലിമിനേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ TSSലെ മെമ്പേഴ്സിൻ്റെ മനോഹരമായ പ്രകടനം. 14 കില്ലോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ TSS മെമ്പേഴ്സ്. ഫിനിക്സ് ടീം അവിടെ 2ാം സ്ഥാനത്ത്. ഗാലക്സി ടീം അവിടെ 3ാം സ്ഥാനത്ത്. ഇറ്റേണൽസ് ടീം 4ാം സ്ഥാനത്ത്. 5ാം സ്ഥാനത്ത് DC. 6ാം സ്ഥാനത്ത് സൈക്കോ ഒക്കെ അടങ്ങുന്ന ടീം. അപ്പോൾ 7ാം സ്ഥാനത്ത് ടീം ആക്സിൽ. 8ാം സ്ഥാനത്ത് INT ക്രാമ്പസ്, INT ഷാഡോ എല്ലാം അടങ്ങിയേക്കുന്ന ടീംസ്.